ഹായ് കൂട്ടുകാരെ, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഫേണിൻ്റെ കുറച്ച് വെറൈറ്റി ചെടികളെ പരിചയപ്പെട്ടാലോ? വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും അറിയിക്കുക. ഒന്നാമത്തത് ഈ കാണുന്ന ചെടിയാണ്. ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയരികിൽ മതിലിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് നോക്കിക്കേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇതിങ്ങനെ ഒറ്റ തണ്ടിൽ കുറച്ച് സ്പേസോടുകൂടി ഈ ഇല വരുന്നത് കാണാൻ നല്ല രസമാണ്. അടുത്ത ഫേണിൻ്റെ ഒരു വെറൈറ്റി ഈ കാണുന്നതാണ്. ഇതും മതിലിനോട് പറ്റി ചേർന്ന് നിൽക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു അഭംഗി തോന്നാറുണ്ടെങ്കിലും ഇത് നല്ലൊരു പ്ലാന്റ് പോട്ടിലാക്കി നോക്കിയേ, എന്ത് രസമാണല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ അലങ്കാര സസ്യമായിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു പ്ലാന്റാണ്. ഒരുപാട് പരിപാലനം ഒന്നും ആവശ്യമില്ലാതെ നല്ല രീതിയിൽ വളരുന്ന ചെടികളാണ്. ഇവയൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ സുന്ദരം പോട്ടിൽ തിക്കായിട്ട് വളർത്തുന്നതാണ്. ഇപ്പോൾ പ്ലാന്റ് ഷോപ്പുകളിലൊക്കെ കാണുന്ന പല ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നിത്യേന കാണുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇത് അടുത്തൊരു വെറൈറ്റി മതിൽ പച്ച. നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്താവുന്നതാണ്. പായലുള്ള സ്ഥലത്താണ് കൂടുതലും കാണുന്നത്. സിമൻ്റ് ഇട്ട തറകളിൽ, മതിലുകളിൽ, കിണറിൻ്റെ സൈഡുകളിലൊക്കെ ധാരാളം കാണാം. ഇതിപ്പോൾ ഓൺലൈനായിട്ട് നല്ലൊരു വിലയിൽ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഒരുപാട് വളരാറുമുണ്ട്. ഇതിൻ്റെ വളർച്ച ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പറിച്ച് കളയാറാണ് പതിവ്. ഇത് ഹാങ്ങിങ് പ്ലാന്റായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. വളരെ തിക്കായിട്ട് നടുവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. അടുത്തൊരു വെറൈറ്റി ഇതാണ്. ഇതൊക്കെ ഈർപ്പമുള്ള പ്രദേശങ്ങളിലും മഴക്കാലത്തും കാണപ്പെടുന്ന ചെടികളാണ്. കുളം, തോടുകൾ, വയലുകൾ ഇവിടെയൊക്കെ ധാരാളം കാണാറുണ്ട്. ഇതും ഇപ്പോൾ ഒരുപാട് വീടുകളിൽ അലങ്കാര സസ്യമായി പോട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാറുള്ളതാണ്. ഇത് കുറച്ച് ഉയരത്തിൽ വളരുന്നൊരു പ്ലാന്റ് കൂടെയാണ്. ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി കൂടെയുണ്ട്. ഈ കാണുന്നതാണ്. ഇത് മുമ്പൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിനെ കാണാറേ ഇല്ല. ഇത് നമ്മൾ ടാറ്റു ഇല എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ അടിയിലൊരു അച്ചുണ്ട്. നമ്മൾ കയ്യിലൊക്കെ അടിക്കുവാണെങ്കിൽ അതിങ്ങനെ അച്ചടിച്ചതുപോലെ ഇരിക്കും. ശരിക്കും വീടിനടുത്തൊക്കെ നല്ല രീതിയിൽ ഈ പ്ലാന്റ്സ് ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് കൂടെയാണിത്. ചെറിയ ചെറിയ കളർഫുൾ പോട്ട്സിലൊക്കെ ആക്കി നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സെയിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്നതാണല്ലോ ചിന്ത. വീടുകൾക്ക് മനോഹരം നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ പ്ലാന്റ്സ്. അതിൽ മാനേജ് ചെയ്യാൻ എളുപ്പമുള്ള ഇങ്ങനത്തെ പ്ലാന്റ്സ് കൂടെ ആയാലോ? വീടുകളിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എവിടെ പോയിരുന്നാലും, ഒരു ഷോപ്പിൽ പോയാലും ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നാലും ഒക്കെ കാണുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സ്. ഇവയിലൊന്നും തന്നെ പൂക്കൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇതിൻ്റെ ആ ഇലയും അതിൻ്റെ പല വെറൈറ്റീസ് ഓഫ് പച്ചയിൽ തന്നെ പല വെറൈറ്റി കളറാണ്. അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മളൊരു വീട്ടിലോ കടകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ നല്ലൊരു എനർജിയാണ് നൽകുന്നത്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിന്, ഒരു ലൈക്കും കൂടെ. താങ്ക് യു.